പിറ്റേ ദിവസം പോലും അറിയുന്നില്ല. ഈ നമ്മുടെ വണ്ടി ഇടിച്ചിട്ടാണ് ആൾ മരിച്ചതെന്നുള്ളത് അറിയുന്നില്ല. വേറെ വണ്ടി ഇടിച്ച് മരിച്ചെന്നുള്ളതാണ്, താഴത്തേക്ക് വീണെന്നുള്ളതാണ് പറയുന്നത്. ഒരിക്കൽ കോഴിക്കോട്ടുകാരനായ കുഞ്ഞിക്കാദർ എന്നോട് ചോദിച്ചു, ചെങ്ങായി നിങ്ങൾ കോഴിക്കോട് സർക്കസിലെ ഞാണുമ്മേക്കളി കണ്ടിട്ടുണ്ടോന്ന്. അപ്പം ഞാൻ കുഞ്ഞിക്കാദറിനോട് പറഞ്ഞു, കുഞ്ഞിക്കാദറെ, കോഴിക്കോട് സർക്കസിലെ ഞാണുമ്മേൽക്കളിയേക്കാൾ വലിയൊരു ഞാണുമ്മേൽക്കളി ഇവിടെ ഞങ്ങളുടെ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സര ഓട്ടമാണ്. ഏതായാലും പ്രൈവറ്റ് ബസ്സുകാരെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറും പിന്നെ KSRTC ബസ്സിലെ ഡ്രൈവറുമായിരുന്ന ഇന്ന് 8ഓളം ബസ്സുകളുടെ മുതലാളിയുമായിട്ടുള്ള ഒരാളെയാണ് ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ശ്രീ സുനീഷ് അച്ചൂസ്. ശ്രീ സുനീഷ് അച്ചൂസ്, സ്വാഗതം. നമസ്കാരം. സുനീഷ്, നമുക്ക് തുടങ്ങാം. സുനീഷിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, സുനീഷ് നിങ്ങൾ ഡ്രൈവറായിട്ട് ഏതായാലും ജോലി തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം കാശുള്ള വീട്ടിലെ പയ്യനായിരുന്നോ, അതോ ഡ്രൈവർ ജോലി ചെയ്ത് കുറേ പൈസയൊക്കെ സമ്പാദിച്ച് ഇങ്ങനെ 1 by 1 ആയിട്ട് ബസ് മുതലാളിയായി മാറിയ ഒരാളാണോ നിങ്ങൾ? അതായത് ഈ ഡ്രൈവർ ഫീൽഡിലേക്ക് വരുന്നത് വീട്ടിൽ അച്ഛന് അത്ര താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു. അല്ലായിരുന്നു. അപ്പം അനിയൻ നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ പഠിക്കാനൊക്കെ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായിരുന്നു. അപ്പം ഇത്തിരി എന്ന് പറയാൻ എത്രത്തോളം നല്ല രീതിയിൽ പുറകോട്ടായിരുന്നു. അപ്പം ഡിഗ്രിക്ക് എസ് എം കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം ഞാൻ ബസ് ഓടിക്കുന്നുണ്ട്. ബസ്സിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് അത്രയും നമുക്ക് വലിയ അറിവൊന്നും ഇല്ലാത്ത പ്രായമാണ്. ഇത് ഓടിക്കണത് തെറ്റാണെന്നൊന്നും ഉള്ള അറിവ് അത്രയും വലിയ അറിവൊന്നുമില്ല. ആഗ്രഹം കൊണ്ട്, കൊച്ചുനാൾ തൊട്ടുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. അതെങ്ങനെ കൂട്ടുകാർ അവിടെ സൗഹൃദം? അത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചേർത്തലയിൽ വന്ന് അങ്ങനെ സ്റ്റാൻഡിൽ ഓരോരുത്തരെ പരിചയപ്പെട്ടു. അങ്ങനെ ഇതിനുള്ള ക്രൈസ് കൊണ്ട് അങ്ങനെ പരിചയപ്പെട്ട് ഓരോരുത്തരുമായിട്ട് പരിചയപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ ബസ്സിൽ ആദ്യമേ വണ്ടി കഴുകുക എന്നുള്ളൊരു പരിപാടിയിൽ അങ്ങനെ കയറുകയാണെന്ന് കഴുകി 30 രൂപയൊക്കെ തരും. 30 രൂപയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോറിൽ ഇതായി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കണ്ടക്ടറായി. ഡോറിലെ കിളിയായി ബാക്ക് ഡോർ. അന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ 5 സ്റ്റാഫുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കണ്ടക്ടറായി പെട്ടെന്ന്. അപ്പോൾ അതായത് ശനിയും ഞായറും മാത്രമേ ഞാൻ വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം എനിക്ക് വിളിച്ച് ജോലി തരുമായിരുന്നു. ഈ ലീവ് എടുക്കുന്നവരായിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ ഈ 2 ദിവസം തന്നാൽ മതില്ല. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള ദിവസം ജോലി ചെയ്യാമല്ലോ. ഒരുപാട് ലീവ്, മറ്റുള്ളവരെ കയറ്റുമ്പോൾ ഒരുപാട് ലീവ് വരും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രൈവറായി. ഒരു ദിവസം ഒരു ഡ്രൈവർ വന്നില്ല, അങ്ങനെ വണ്ടി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഡ്രൈവറായി ചേർത്തല അരൂക്കുറ്റി വഴി വൈറ്റില ബസ്സിലാണ് ആദ്യമേ ഓടിച്ചു തുടങ്ങുന്നത്. പിന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. ഈ ശനിയും ഞായറും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വണ്ടികളിലും ഇങ്ങനെ സ്റ്റെപ്പിനി ഡ്രൈവറായിട്ട് ശനിയും ഞായറും വന്നാൽ മതിയല്ലോ. അപ്പം അത്യാവശ്യത്തിന് മാത്രം അവർക്കൊക്കെ വീട്ടിലും പോവാം. അതെ, അപ്പോൾ പയ്യനല്ലേ നിങ്ങൾ? നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ പോരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഡ്രൈവറായി. അങ്ങനെ കുറച്ചു കാലം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് 1 വർഷം കൂടി പോയി. അല്ല, പഠിക്കാൻ വളരെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അത്ര മോശമൊന്നും ആയിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് 1 വർഷം കൂടി ബസ് ഓടിച്ച്, ബസ് ഡ്രൈവറായിട്ട് ഓടി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ടെമ്പോയിൽ ജോലിക്ക് കയറി. കുറച്ച് വീട്ടുകാരുടെ ഇതൊക്കെ കൊണ്ട് അങ്ങനെ ഒരു വീട്ടിൽ തന്നെയൊക്കെ ആയിരുന്നു. കൂട്ടുകെട്ടൊക്കെ ഇച്ചിരി മോശമായിരുന്നു. അങ്ങനെ നമ്മൾ വേറുള്ള രീതിയിലൊക്കെ പോയി അങ്ങനെ 1-2 പെടലൊക്കെ പെട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ലോറിയിൽ കയറി. അത് ഒരു 2 വർഷത്തോളം അത് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് കല്യാണം എങ്ങനെയായിരുന്നു? പ്രണവിവാഹമായിരുന്നു? അതെ, തീർച്ചയായിട്ടും ആയിരിക്കും. നിങ്ങളുടെ ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. അതെ, അത് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട? അങ്ങനെയല്ല, കോളേജിൽ പഠിച്ചപ്പോഴത്തേക്ക് അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, വീട്ടിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം 2006 കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ടെമ്പോയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടിപ്പർ സ്വന്തമായിട്ട് എടുത്തു. തന്നെ സമ്പാദിച്ച പൈസ ഉണ്ടായിരുന്നു. ഒരു കമ്പനികളുടെ ഓട്ടമായിരുന്നു എനിക്ക് ഈ ടെമ്പോയിൽ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി ചെല്ലുന്നതും കാര്യങ്ങളും എല്ലാം കൊണ്ട് എല്ലാ കമ്പനികളും തന്നെ വണ്ടി വിളിക്കുമായിരുന്നു. അത്യാവശ്യം നല്ല മഹത്വം ഉണ്ടെന്ന് മനസ്സിലാകുന്ന കയർ മേഖലയിലുള്ള മുഴുവൻ ഓട്ടങ്ങളും എല്ലാ കമ്പനികളുടെ ഓട്ടം എനിക്ക് കിട്ടുമായിരുന്നു. ഡെയിലി എറണാകുളം, കാക്കനാട് വരും പോകും. 4 ട്രിപ്പ് വരെയൊക്കെ ഞാൻ ഓടുമായിരുന്നു.
അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷമായപ്പോഴത്തേക്ക് ഒരു ടിപ്പർ സ്വന്തമായിട്ട് എടുത്ത്, പിന്നെ അങ്ങനെ 10 ടിപ്പറുകളും ഉണ്ടായിരുന്നു. ടിപ്പറുകളും ഓടിച്ചിട്ടുണ്ടോ? ടിപ്പർ പിന്നെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഈ നമുക്ക് ബസ് ഡ്രൈവിംഗ് ടിപ്പർ ഡ്രൈവിംഗ് തമ്മിലുള്ള വ്യത്യാസം? രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. ടിപ്പർ കുറച്ചുകൂടെ കുറച്ചുകൂടി നമ്മൾ റിസ്ക്കാണ്. റിസ്ക് ആണല്ലേ? നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് പാറ, കരിങ്കല്ല്, മടയെന്നൊക്കെ കയറി വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച്. അന്നൊക്കെ ടിപ്പറിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയം. അതെ അതെ, നമ്മൾ തുടങ്ങുമ്പോൾ അത്രയും പ്രശ്നമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങൾ. ടിപ്പർ ഓടിച്ചാൽ ഒരു എല്ലാ വണ്ടിയും പിന്നെ ഓടിക്കാൻ പറ്റൂലേ? പിന്നെ 100% അത് നമ്മളൊരു വലിയൊരു കടമ്പയാണ് അത്. അതെ അതെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് വണ്ടി ഓടിക്കാനാണ്? അപ്പം ബസ്സുണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, ഇങ്ങനെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് വണ്ടി ഓടിക്കാൻ? ബസ് ഓടിക്കാനാണ്. ബസ് ഡ്രൈവിംഗ് ഭയങ്കര ക്രൈസ് ആണ് ഇപ്പോഴും. ഇപ്പം നമ്മളങ്ങനെ ഒരുപാടായിട്ട് പോകാറില്ല, കാരണം ഈ ഫോൺ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള. ഏതൊക്കെ തരം ബസ് ഓടിച്ചിട്ടുണ്ട്? എയർ ബസ് അങ്ങനെയൊക്കെ ഓടിച്ചിട്ടുണ്ട്? എയർ ബസ് വോൾവോ ഓടിച്ചിട്ടുണ്ട്. ഈ 1S ട്രാവൽസിൽ നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ്. അപ്പൊ അവിടെ അതിന്റെ വോൾവോ പുതിയ വണ്ടിയൊക്കെ വരുമ്പോ എല്ലാം ഒന്നും ഒരുപാടല്ല, ജസ്റ്റ് വോൾവോ ഓടിച്ചിട്ടുണ്ട്, ഭാരത് ഓടിച്ചിട്ടുണ്ട്, ലൈലാൻഡ് ടൂറിസ്റ്റ് ബസ് ഓടിച്ചിട്ടുണ്ട്. അച്ഛനൊക്കെ ഇപ്പൊ സന്തോഷമായ ജീവിതത്തിൽ ഇങ്ങനെ അന്ന് ഡ്രൈവർ എന്ന് പറഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിയപ്പോ എല്ലാവർക്കും സന്തോഷമായ? അതെ, അതായത് ഫസ്റ്റ് ടിപ്പർ എടുത്ത് ബോഡി കെട്ടാൻ കൊടുത്ത് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഓ ശരി. ഇറങ്ങേണ്ടി വന്നൊരു സാഹചര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈഫ് ഹൗസിൽ നിന്ന് നിൽക്കേണ്ടി വന്നു. അത് പിന്നെ അവിടെ നിന്നിട്ട് നമ്മള് വൈഫ് കട്ട സപ്പോർട്ടാണ് എപ്പോഴും. അതെ. പിന്നെ അങ്ങനെ നിന്ന് വൈഫിന് വണ്ടിയെ കുറിച്ചൊന്നും വലിയ ഇല്ല, എന്നാലും നിങ്ങളെ കുറിച്ചൊരു വിശ്വാസം എത്ര വണ്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ പോലും അറിയാൻ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ് ഡ്രൈവിംഗ്, ഇപ്പോൾ ടിപ്പർ ഡ്രൈവിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷേ ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവേഴ്സിന്. കാര്യം ഈ ഞാൻ പറഞ്ഞ പോലെ ഞാനുന്മേക്കളി തന്നെയാണ് ഇവരുടെ ഒരു കൊച്ചിയിലെ, പ്രത്യേകിച്ച് കൊച്ചിയിലെ ഓട്ടം. ഈ മത്സര ഓട്ടങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ മത്സര ഓട്ടം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര ആത്മാർത്ഥത കൂടിയൊരു ജോലിയാണ്. പ്രൈവറ്റ് ബസ് ജീവനക്കാരെന്ന് പറയുന്നതും അത് ഈ ഓണറുമായിട്ട് എത്ര പിണക്കമുണ്ടെന്ന് പറഞ്ഞാലും ആ ഡ്രൈവിംഗ് സീറ്റൊക്കെ ഇരിക്കുമ്പോൾ അവർക്കൊരു ആത്മാർത്ഥത കൂടുതലാണ്. അത് ഏത് ജോലിക്കുള്ളതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥത നമ്മൾ ആ സീറ്റിൽ ഇരിക്കുമ്പോൾ കാണിച്ചു പോകും. അപ്പം ഇപ്പോഴത്തെ ഈ ബ്ലോക്കുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സമയത്ത് ഒന്നും ഓടി എത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നതാണ് മത്സരഓട്ടങ്ങൾ. അപ്പോൾ ഇത് സത്യത്തിലല്ല, നമുക്ക് ഇതിനകത്ത് ഒരുപാട് അപകടങ്ങൾ മത്സരഓട്ടം കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാവില്ല? സത്യത്തിൽ 100% നമുക്ക് മാനസികമായിട്ട് ഒരുപാട്, എന്നാൽ വളരെയധികം ശ്രദ്ധിച്ചാണ് നമ്മൾ. അല്ല, അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര സ്പീഡിൽ പോയാലും വളരെ വിരളമായിട്ടാണ് നിങ്ങളുടെ ഒരു അബദ്ധമൊക്കെ പറ്റുന്നത്. അത് ആ കപ്പാസിറ്റി ഉള്ളവൻ മാത്രമേ അങ്ങനെ ഓടിച്ചു പോകുന്നുള്ളൂ. പക്ഷെ എന്നാലും ഇത് താഴെ കൂടെ പോകുന്നവൻ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അതിന് ഞാൻ ചോദിക്കുന്നത്, ഈ റൂട്ടിന്റെ ഈ സമയക്ലിപ്തതയിലൊക്കെ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടോ? അതൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ ഓടുന്നതിൽ? അതെ, അത് വലിയൊരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം തന്നെയാണത്. പിന്നെ അതായത് നമുക്ക് സമയത്തിന്റെ അതിനനുസരിച്ചുള്ള റോഡല്ലല്ലോ. ഇപ്പൊ റോഡിൽ വാഹനങ്ങൾ കൂടി പഴയ തുടങ്ങിയ കാലം തൊട്ടുള്ള ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ടൈമിനനുസരിച്ചുള്ള വണ്ടികളല്ല ഇപ്പോൾ റോഡിലുള്ളത്, തിരക്ക് കൂടി. അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓരോ സ്റ്റോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇത് ചെയ്യുന്ന, അതിനിപ്പോൾ എന്താ പറയുക, പിന്നെ ആത്മാർത്ഥത ഞാൻ ചെയ്യട്ടെ. ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 10 ടിക്കറ്റിൽ കൂടുതൽ കിട്ടും ഇത്രയും മത്സരിച്ച് ഓടിക്കഴിഞ്ഞാൽ? 10 ടിക്കറ്റിൽ കൂടുതലല്ല. നമ്മളിപ്പോൾ ചേർത്തലിൽ നിന്ന് എറണാകുളത്തേക്ക് എറണാകുളത്തേക്ക് വരുമ്പോൾ അതിന് ടൈമുണ്ട്. നമുക്ക് എരമല്ലൂരിൽ നിന്ന് ശരിക്കും ഒരു സ്റ്റാൻഡ് പോലെയാണ്. എരമല്ലൂരിൽ നിന്നും അരൂരിൽ നിന്നും സ്റ്റാൻഡ് പോലെ തുടങ്ങിയിട്ട് എറണാകുളത്തേക്ക് വരുന്ന വണ്ടികളുണ്ട്. അപ്പം നമ്മൾ ചേർത്തലിൽ നിന്ന് എറണാകുളം വരെ വരുന്നതിന് നമുക്ക് 55 മിനിറ്റാണ് ഒരു ബസ്സിന്. 2 ഗേറ്റഡ് ഉണ്ട്. അപ്പം ഈ ഗേറ്റഡ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സമയം കഴിഞ്ഞാൽ എരമല്ലൂർ തൊട്ട് നമ്മൾ കലൂർ വരെ കാലിക്ക് പോകേണ്ടി വരും. അതായത് ആളെടുക്കാൻ പറ്റാതെ പോകേണ്ടി വരും. അപ്പം നമ്മൾ മാനസികമായിട്ട് ഒരു സ്റ്റോപ്പെങ്കിൽ എവിടെ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ആവേശത്തിലാണ് നമ്മൾ പോരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറയാം. നിങ്ങൾക്ക് ഏറ്റവും വേദന തോന്നിയ ഒരു അപകടം, വിഷമം?
തീർച്ചയായിട്ടും നിങ്ങൾ മനുഷ്യനാണ്. എല്ലാ ഡ്രൈവർമാരും മനുഷ്യനാണ്. അവർക്കും വിഷമമുണ്ടാവും. അവരറിഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ സാഹചര്യം കൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതിനിപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്, ഇത്ര ടൈം ഇടവിട്ട് ഒരു വണ്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പക്ഷേ അത് നിയന്ത്രിക്കാൻ പറ്റിയെന്നിരിക്കും. ബസ്സുകളുടെയൊക്കെ കൂടുതലൊക്കെ കൊണ്ടായിരിക്കും അതും സംഭവിക്കാതെ പോകുന്നത്. അതെ അതെ. പക്ഷേ ഏതായാലും നിങ്ങൾക്ക് ഏറ്റവും വേദന തോന്നിയ ഒരു സന്ദർഭം പറയാം. വേദന തോന്നിയെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പം അത് പിന്നെ ഈ ആക്സിഡൻറ്റുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലേ? പിന്നെ ഈ എറണാകുളം ആയതുകൊണ്ട് നിരന്തരം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അതെ അതെ പ്രശ്നങ്ങൾ. അതെ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാലും അതെ അതെ അപകടം അതിനകത്ത് ഈ 8ഓളം ആക്സിഡൻറ്റുകൾ, മേജർ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം ഈ കടവന്ത്രയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കൂടി പോയ ആളെ കണ്ടില്ല, ഡ്രൈവർ കണ്ടില്ല. ഫ്രണ്ടിൽ കൂടി നടന്നു പോയി ആളെ ഇടിച്ചു, വണ്ടി കയറി. പക്ഷേ അത് ഡ്രൈവർ പിറ്റേ ദിവസം പോലും അറിയുന്നില്ല ഈ നമ്മുടെ വണ്ടി ഇടിച്ചിട്ടാണ് ആൾ മരിച്ചതെന്നുള്ളത് അറിയുന്നില്ല. വേറെ വണ്ടി ഇടിച്ച് മരിച്ചെന്നുള്ളതാണ്, താഴത്തേക്ക് വീണെന്നുള്ളതാണ് പറയണത്. അത് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് നമ്മളെ വീഡിയോ കാണിക്കുമ്പോഴാണ് വണ്ടി ഇങ്ങനെ വന്ന് മുട്ടി ആൾ വീണിട്ട് അതിൻ്റെ ഇങ്ങനെ കയറി ഇറങ്ങി. അത് നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ തകർന്നു പോയി. നമ്മൾ അങ്ങനത്തെ ഒക്കെ അവസ്ഥ കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കില്ല. ഒരുപാട് പ്രയാസമാണ്. അതായത് ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയാം. അതായത് ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവർ, അല്ലെങ്കിൽ KSRTC ഡ്രൈവർ, അല്ലെങ്കിൽ പോലീസ്, ഈ 3 പേരെ ജനങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ള അവശ്യ സർവീസാണ് ഇതെല്ലാം. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്നൊരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങളുമായിരിക്കും. ചിലപ്പോൾ എല്ലാം ഒന്നും 100% പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ഇപ്പോൾ KSRTC ബസ് നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ചെറിയ എന്നാൽ എല്ലാവരും രാവിലെ തൊട്ട് പിന്നെ അതിൽ ഇപ്പം ഞാൻ ചേർത്തല കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് ഓടിച്ചിട്ടിരിക്കുമ്പോൾ അതിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. കറക്റ്റായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരാണ് കയറുന്നത്. ആ ആൾക്കാർക്ക് കറക്റ്റ് സമയത്ത് ചെല്ലണം. എന്തെങ്കിലും ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായി ഒരു 5 മിനിറ്റ് ലേറ്റായാൽ അവരുടെ മുഖം, ആ ചിരിച്ചോണ്ടിരിക്കുന്ന മുഖം പെട്ടെന്ന് മാറും. അപ്പം നമുക്ക് ആദ്യമൊന്നും അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ നമുക്കത് എങ്ങനെയും ഓടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു തെറ്റുണ്ടായിപ്പോയാൽ എല്ലാവരും തിരിയും. അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് ബസ്. നമ്മൾ സമയത്ത് ചെല്ലുക, ഇപ്പോൾ എല്ലായിടത്തും പഞ്ചിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സമയത്ത് ചെല്ലുക എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷെ ആ ഒരു സമയം കഴിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു മുട്ട കാര്യങ്ങൾ ഉണ്ടായിപ്പോയാൽ മുഴുവൻ പേരും. പറഞ്ഞൊരു വളരെ വസ്തുനിഷ്ഠമായ കാര്യമാണ്. അതുപോലെ തന്നെ ആയിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നും. നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് പോലീസ്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും മാനസികാവസ്ഥ ഒരുപോലെ ഇരിക്കുന്നില്ല. നമ്മളിത് ചെയ്യുന്നത് 100 ആൾക്കാരെയാണ് കാണുന്നത്. അല്ല, എൻ്റെ സുഹൃത്തുക്കളെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ അനുഭവിക്കുന്ന ടെൻഷൻ ഭയങ്കരമാണ്. അത് വളരെ ഇതാണ്, നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. സുനീഷ, അപ്പോൾ ഇത് ഒരു വളരെ വസ്തുനിഷ്ഠമായ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ 3 പേരെയും ഒരുപാട് ജനങ്ങൾ വെറുക്കും. പക്ഷേ ഈ 3 പേരും ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. അത് ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അപകടങ്ങളുണ്ട്. പക്ഷേ മദ്യപിച്ചിട്ടും അതുപോലെ തന്നെ കഞ്ചാവ് അടിച്ചിട്ടും ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർ ഒരു 2-3% പേരൊക്കെ അങ്ങനെ ഉണ്ട്, എൻ്റെ അറിവിലുണ്ട്. 2-3% അല്ല ഇപ്പോൾ ശരിക്കും ഈ മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ, ഈ പ്രൈവറ്റ് ബസ് പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാവുന്നവർ ആണെങ്കിൽ അവരത് നോക്കി കണ്ടുപോയി കാര്യങ്ങൾ ചെയ്യും. ഇത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. അവർക്കിത് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. അവർ വരുമ്പോഴത്തേക്കാണ് ഈ നല്ല നല്ല ജീവനക്കാരെ കയറ്റാതെ ഈ മോശപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ച് അത്യാവശ്യം വണ്ടി ഓടിപ്പിക്കുക, അല്ലെങ്കിൽ ഓരോരുത്തർ പറയുന്നവരെ വിളിച്ച് കയറ്റുക. അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഡ്രൈവറെ എടുക്കുന്നതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല. അതാണ്. അപ്പം ഈ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ല. ഇവർ ഈ ഡെയിലി ബാലൻസ് ഇത്ര രൂപ കിട്ടും എന്നുള്ളൊരു കണക്കൂട്ടലിൽ 30 ദിവസം കൂട്ടി 90 ദിവസം കൂട്ടി വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതിൻ്റെ വരുമരകളെ കുറിച്ച് അറിയത്തില്ല. അപ്പം ആരെങ്കിലും മതി, എങ്ങനെയെങ്കിലും ഓടിയാൽ മതി എന്ന് പറയുന്നിടത്താണ്. കൊച്ചിയിലൊക്കെ ഒരുപാട്
ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ ബസ്സുകളിലും. അതെ അതെ അതെ. അത് നിങ്ങൾ ഓണേഴ്സിന്റെ ഭാഗത്തുനിന്ന്, ഓണർ എന്ന നിലയിൽ ഓണേഴ്സിന്റെ ഭാഗത്തുനിന്ന് അതിന് നിയന്ത്രണം ഏർപ്പെടുന്ന ഏതെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടോ? കാര്യം അതൊരു ആവശ്യകത. കാര്യം എന്താ അറിയോ, ഈ അപകടങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ സ്വാഭാവികം. പക്ഷെ ഇങ്ങനെയുള്ള രീതികൾ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഒരു അപകടം ഉണ്ടായ ഒരു കുടുംബം തകർന്നു പോയത്. അത് നിങ്ങളുടെയും കുടുംബമാവാം, മറ്റുള്ളവർ, മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് ബസ് ഓണേഴ്സിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ബസ് ഓണേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഈ ഓണർമാരുടെ ഇതില് പിന്നെ ഈ ഈ പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാരെല്ലാവരും അത് നോക്കി കണ്ട് സ്ഥിരമായിട്ടുള്ള നല്ല ഡ്രൈവേഴ്സിനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു 5% 10% ആൾക്കാർ പുതിയതായിട്ട് വരുന്നവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ പണ്ടത്തെ പോലെ തൊഴിലാളികളെ ഡെഡിക്കേഷൻ വളരെ കുറവാണ്. ഇതിൽ വരുന്നവര് ഈ പണ്ടത്തെ പോലെയുള്ള ആളുകളല്ലല്ലോ. ഇപ്പോഴത്തെ ഈ മൊത്തം മാറി ആ വേറെ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതൊന്നും ഒരു ബോധവും അപകടം ഉണ്ടായാലും അവർക്ക് ഒരു കൂസലില്ലാതെ ഒരു ശരിക്കും പറഞ്ഞ പണ്ടത്തെ പോലെ ആർക്കും ആരോടും ഒരു ആത്മാർത്ഥതയില്ല. അതാണ് ഇന്നിപ്പോ സംഭവിച്ചിട്ടുള്ളത്. ₹1 ആത്മാർത്ഥത ആർക്കും ആരോടും ഇല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി, ഒരു പോലീസ് ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞാൽ തന്നെ ആ ഓണർക്കും വിഷമം ഉണ്ടാകുന്ന കൂടുതൽ ആ ജീവനക്കാർക്കും ഉണ്ടാകും. ഇപ്പോൾ സത്യത്തിൽ ഓണർ, നിങ്ങൾ ഡ്രൈവറായിട്ട് വന്ന് ഓണർ ആയ ആളാണ്. അപ്പം നിങ്ങളോട് പോലും ആത്മാർത്ഥതയില്ലാത്ത പുതിയ സ്റ്റാഫാണ് വരുന്നത് അല്ലേ? നമ്മൾ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുഴുവൻ പേരും അല്ല. അതാണ് ഒരു 10% ആളുകൾ അങ്ങനെയുള്ളവരുണ്ട്. അത് വരവേൽപ്പിൽ നമ്മുടെ ജഗദീഷിനെ പോലെ കിട്ടുമ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട് നോക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഉള്ള ആളുകൾ കുറവാണ് ഈ ഫീൽഡിൽ. അല്ല, എനിക്കറിയാം എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം 2 പെഗ് അടിക്കുന്ന ഡ്രൈവർമാരെ നോക്കാൻ അവര് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഡ്രൈവിംഗ് സമയത്ത് പോലും കഞ്ചാവും ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പോകുന്നവരുണ്ട്. ഒരുപാട് പേര്. വലിയ, ഞാനത് പലപ്പോഴും വാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഇത് ഈ ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആദ്യം, പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജോലികളിലൊന്നാണ് ഡ്രൈവിംഗ്. പ്രത്യേകിച്ച് ഈ ബസ് ഡ്രൈവർ, ഇത്രയും പ്രൈവറ്റ് ബസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആത്മാർത്ഥത കാണിക്കേണ്ട ജോലിയാണ്. ഏതായാലും നമുക്ക് അതിലേ ഒന്നും അതിൽ നോക്കി പ്രണയം ഈ ഒരു 80-കൾ 2000 കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലേ, 2010 കാലഘട്ടം വരെ എന്നൊക്കെ പറഞ്ഞാൽ അന്നേരമൊക്കെ ബസ്സിൽ അതെ. അപ്പൊ അന്നൊക്കെ പ്രണയം പൂത്ത് തളിർക്കുന്ന കാലമായിരുന്നു ബസ്, അല്ലേ? പ്രണയത്തിന്റെ ഒരു, പിന്നെ പ്രത്യേകിച്ച് ബസ്സിന്റെ ഡ്രൈവർമാരെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കാലം. അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാ? അതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞോളൂ. അത് പറയുന്നത് മുഖത്ത് ആ പ്രണയം കാണാൻ, നിങ്ങൾ പ്രണയിച്ച ആളായതുകൊണ്ട് മുഖത്ത് ആ പ്രണയം കാണാൻ പറ്റും. എനിക്ക് അങ്ങനെ ബസ്സിൽ പോയിട്ടുള്ള ഇതില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാം പ്രണയിച്ചു വിവാഹം എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം അങ്ങനെ കൂടുതലായിട്ട് വന്നില്ല. കാരണം ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം ആയി. 23-ാമത്തെ വയസ്സിൽ തന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ ബസ് ഡ്രൈവർ അങ്ങനെ. അപ്പൊ പക്ഷെ നമ്മുടെ സുഹൃത്തുക്കള് ഒരുപാട് പേര് സ്നേഹിച്ച് കഴിച്ചവരാണ്. പക്ഷെ ഇപ്പോ അത് മാറി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ പ്രണയത്തിനെല്ലാം കൂടുതലായി ഇപ്പൊ ആൾക്കാർ കണ്ടു 1 മാസം കഴിയുമ്പോൾ കല്യാണം. മിക്ക ദിവസവും കല്യാണം തന്നെയാണ്. പഴയ പോലെ അല്ലല്ലോ. വീട്ടുകാരോടൊന്നും അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം ഒരു കല്യാണം, ഒരു ബസ്സിലെ ഡ്രൈവർ പയ്യനാ, പിന്നെ കല്യാണം, പിന്നെ കൂട്ടുകാരുമായിട്ട് പോയി. ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു, വീടിൻ്റെ പരിസരത്ത് ചെന്നു. ബാഗ്, ആദ്യത്തെ ഒരു സെറ്റ് ബാഗ് എടുത്തുകൊണ്ട് വന്ന് വണ്ടിയിൽ വെച്ച്, രണ്ടാമത്തെ ബാഗ് എടുക്കാൻ ചെന്നപ്പോൾ വീട്ടുകാർ കണ്ട് പ്രശ്നമായി. പിന്നെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച്, നല്ല കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണ്, പക്ഷേ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് പിന്നെ ആ കല്യാണം അടുത്ത് വെച്ചിരിക്കുകയാണ് കല്യാണം. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പുറത്ത് കിടക്കേ, ബാഗ് എടുക്കാൻ രണ്ടാമത് പോയപ്പോഴാണ് വീട്ടുകാർ കണ്ടത്. അത് പറയുമ്പോൾ ചിരിയായിരുന്നല്ലേ. നമ്മൾ സ്ത്രീകളെ കുറിച്ച് തന്നെ സംസാരിച്ചത് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സ്ത്രീകൾക്ക് കേരള ഗവൺമെന്റ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. എന്നാലും കേരളത്തിൽ ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ
ഫ്രീ ആയിട്ട് യാത്ര അനുവദിച്ചു. അത് നിങ്ങൾ ബസ് ഓണേഴ്സും ബസ് ഡ്രൈവേഴ്സും ഒക്കെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഇളവുകൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളെ എങ്ങനെയാണത്, നിങ്ങൾക്ക് ഇപ്പം ഒരു ബസ് ഓണർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊക്കെ അനുഭവം?